ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ആ പിന്നെ ഇത് കണ്ടായിരുന്നു നിങ്ങൾ? ഇത് കറണ്ടാണേ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം കണക്കായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ലൈറ്റ് സെറ്റാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ വെട്ടം കുറവാണ് കേട്ടോ ഗായ്സ്, അതുകൊണ്ട് ഞാൻ ഇതാക്കി വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരനുഭവം, അത് നിങ്ങളോട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാടകയ്ക്ക് വേറൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ 4 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. ചുരുക്കി ഞാൻ പറയാം. എന്തെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് അപ്പോഴും 3 വയസ്സായി, ഇളയാക്കപ്പോൾ 1 വയസ്സായിരിക്കും. അപ്പോഴും നമ്മൾ പഴയ കെട്ടിടം വീട് അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോഴെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കറണ്ട് റൂമിലാണ് ഇതുപോലെ ഇങ്ങനെ ഇളകി, ഇതുപോലെ ഉയരൊക്കെ വന്ന് ഇളകി കിടക്കുകയായിരുന്നു. അപ്പോഴെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നമ്മളത് എത്ര ഇതാക്കി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ ഇളകി വരികയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഇതുപോലെ ഇങ്ങനെ ഇളകി കിടക്കുകയാണ്. അപ്പോഴെനിക്ക് ആ അനുഭവമാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത്. അങ്ങനെ ഞാൻ മറ്റേ വീട്ടിലായിരുന്നു, ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. 2 വർഷം അവിടെയായിരുന്നു. അങ്ങനെ അവിടെ ആയിരുന്നപ്പോഴെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇളകി കിടക്കുകയായിരുന്നു. അപ്പോഴും നമ്മളത് എത്ര സെറ്റാക്കി വെച്ചിട്ടും വയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങനെ ഞാൻ എന്തോ ജോലി തിരക്കിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മായും എൻ്റെ വാപ്പായും ഫ്രണ്ടിലായിരുന്നു, ഹാളിലായിരുന്നു സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. വേറൊരാളൊക്കെ വന്ന് അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. ഇളയാൾ അവരെ കൂടെ ആയിരുന്നു. ഈ മോളെന്തോ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നായിരുന്നു. എന്തോ കളിക്കണ പരുവല്ലേ അപ്പോഴെന്തോ കളിപ്പാട്ടം എന്തൊക്കെ ഇടയിലൊക്കെ ഈ കറണ്ടിൻ്റെ ഇടയിലൊക്കെ ഈ താഴെ സെറ്റാക്കി സംഭവം. ഇത് മുകളിലായിട്ടല്ല ഇത് ഇളകി കിടക്കുന്നത്, ഇവിടെ ഈ സൈഡായിട്ടാണ് എൻ്റെ കൈ കാണുന്ന വയസ്സ്. ഇവിടെ ഈ സൈഡായിട്ടാണ്, താഴോട്ടാണ് അവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. ഈ കറണ്ടിൻ്റെ താഴത്തെ സ്വിച്ചിലുള്ളതാണ് സംഭവം ഇത്. അപ്പോഴും നമുക്കവിടെ കട്ടിലൊക്കെ ഇട്ട് കിടക്കാൻ വേണ്ടി കണക്കായിട്ടാണ് അവർ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് എത്ര സെറ്റാക്കി വെച്ചിട്ടും അത് ഇരിക്കത്തില്ല. അങ്ങനെ ഇളകി തന്നെ ഇതുപോലെ ഇങ്ങനെ വീഴും. അങ്ങനെ അവിടെ ആ വീട്ടിലും അങ്ങനെയായിരുന്നു. അപ്പോഴെങ്കിൽ എൻ്റെ മോൾ എന്തോ കളിപ്പാട്ടം എന്തോ എടുക്കാൻ വേണ്ടി അങ്ങ് റൂമിൽ വന്നപ്പോഴെങ്കിൽ ഈ മോളിന് കറണ്ട് പിടിച്ചിരിക്കുകയാണ്. സംഭവം ഞാൻ അടുക്കളയിൽ എന്തൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴെങ്കിൽ അങ്ങനെ മോളെ കാണാനില്ല. അപ്പോഴും ഇളയാളങ്ങ് ഇരിക്കണം, ഈ ആളെ കാണാനില്ല. അങ്ങനെ ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോഴെങ്കിൽ ആളിരുന്ന് ഇങ്ങനെ ആടുന്നു. അപ്പോഴെങ്കിൽ സംഭവം ഞാൻ വിചാരിച്ചത് കളിക്കണ ഇതല്ലേ, അവിടെ എന്തെങ്കിലും ഇരുന്ന് നോക്കണമായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കിയപ്പോഴെങ്കിൽ സംഭവം ഇങ്ങനെ ഇരുന്ന് ആടുകയാണ് സംഭവം. ഇതിൽ കയറി ദേഹം മൊത്തവും കറണ്ട് കയറി എർത്ത് കയറിയിരിക്കുകയാണ്. അങ്ങനെ ഞാനും വാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊടാൻ പോയപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്, ഈ കറണ്ട് കയറി ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ പിടിച്ച് അങ്ങനെ ഞാൻ അവരൊന്നും സൗണ്ടൊന്നും അങ്ങ് കേട്ടില്ല, അവരങ്ങ് ഫ്രണ്ടിലൊക്കെ അല്ലേ ഇരിക്കണേ. അങ്ങനെ ഞാൻ തൊട്ടിട്ട് എനിക്ക് എർത്ത് കയറിയിരിക്കുകയാണ് എൻ്റെ. അങ്ങനെ ഞാൻ ഇങ്ങനെ പിടിച്ച് വലിക്കാൻ വേണ്ടി ഇങ്ങനെ ശക്തിയോടെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തതും കറണ്ട് കയറി പിടിച്ചങ്ങ് ഇരിക്കുകയാണ്. എൻ്റെ കയ്യിലും കൂടെ എർത്ത് കയറി. ഇപ്പം ഞാൻ ഇങ്ങനെ കൈ ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചായിരുന്നു. അപ്പോഴും മോളെങ്കിൽ എർത്ത് കയറി ഇരുന്ന് പച്ച കളറായി, ദേഹം മൊത്തവും പച്ച കളറായി ഇത് അവിടെ ഇരുന്ന് ആടുകയാണ്. ജീവൻ ഇത് ആ സമയം സംഭവിക്കുമല്ലോ, കറണ്ട് കയറി ആ സമയം ദേഹം മൊത്തവും പച്ച കളർ കയറി തണുപ്പ് കയറി ഇതായിട്ടിരിക്കുകയാണ്. അപ്പോഴെനിക്ക് തൊട്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് കറണ്ട് കയറി ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ കൈ കൊണ്ട് ശക്തിയോടെ പേടിച്ചങ്ങ് വലിച്ചങ്ങ്. അപ്പം ഞാൻ ഇങ്ങനെ കറണ്ട് കയറി ഇരിക്കുകയാണെന്ന് എനിക്ക് തൊട്ടപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വന്നപ്പോഴെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ സ്തംഭിച്ച് നിൽക്കുമല്ലോ. ആ സമയം എന്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
നിൽക്കുമല്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പം വീട്ടിൽ വേറെ ആണുങ്ങളൊന്നുമില്ല, ഒരു സഹോദരനുള്ള ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോഴും ഞാനും മക്കളും വാപ്പായും തന്നെ ഉണ്ട് അവിടെ. അങ്ങനെ ഇത് നമുക്ക് ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്തംഭിച്ച് പോകുമല്ലോ, ആ അവസ്ഥയിലായിരുന്നു ഞാനും. പക്ഷേ എനിക്ക് എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, എൻ്റെ മോളെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും അങ്ങനെ ഞാൻ തൊട്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായത് കറണ്ട് കയറിയിരിക്കുകയാണ്. അപ്പോഴെങ്ങനെയെങ്കിലും എൻ്റെ മോളെ എനിക്ക് രക്ഷപ്പെടുത്തണം. കാരണം എന്ത്, എനിക്ക് ആദ്യത്തെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതാണ് എനിക്ക്. അത് ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഒരു ഉമ്മമാർക്കും ഒരു അമ്മമാർക്കും ഇതുപോലെ ഒന്നും സംഭവിക്കരുതേ എന്ന് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പാല് മണ്ടയിൽ കയറിയാണ് എൻ്റെ മോള് എനിക്ക് മരിച്ചു പോയത്. 3 മാസവും 4 ദിവസവും കിടക്കവേ എൻ്റെ മോൾ എന്നെ വിട്ടു പോയി. അപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഈ മോളെ കിട്ടിയത്. പേര് ഷഹാനയാണ്. ഇപ്പോൾ അവൾക്ക് 6 വയസ്സായി, മറ്റാൾക്കിപ്പോൾ 3 വയസ്സുമായി, 4 വയസ്സുമായി. അങ്ങനെ ഞാനിപ്പം ഈ സംഭവം പറയുകയാണെങ്കിൽ, ഈ സംഭവം ഇങ്ങനെ കറണ്ട് കയറിയിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മോളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. നമ്മളെ വീട്ടിലെങ്കിൽ ആരുമില്ല. അപ്പോഴും എൻ്റെ മോളെ തൊട്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് കറണ്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്തോ ഒരു ശക്തി അപ്പോഴും എനിക്കെന്തോ കിട്ടിയതുപോലെ, എൻ്റെ അള്ളാഹുവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, റബ്ബ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ രക്ഷപ്പെടുത്തി. ശക്തിയോടെ ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൊടാൻ പോയതും അത് ശക്തിയോടെ പേടിച്ചങ്ങ് ഞാൻ വലിച്ച്, എങ്ങനെ എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ, എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, എൻ്റെ മോളെ എനിക്ക് രക്ഷപ്പെടുത്തണം. അങ്ങനെ ഞാൻ പേടിച്ച് വലിച്ച് എൻ്റെ മോളെ ഞാൻ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് എൻ്റെ മോളിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. കറണ്ടെന്ന് വെച്ചാൽ ഭയങ്കര അപകടകാരിയാണ്, മരണം വരെ നഷ്ടപ്പെട്ടേക്കാം. എൻ്റെ മോളെ ദേഹമെങ്കിൽ തണുത്ത് വിറച്ച് പച്ച കളറായി. അത് അത് ഓരോരുത്തർക്ക് അത് സംഭവിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ആ അവസ്ഥയിൽ നേരിട്ട് നമുക്ക് ഒരു സംഭവം നടന്നാലും നമുക്ക് നേരിട്ട് അത് സംഭവിക്കില്ല. അപ്പോഴേ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ആ അനുഭവമാണ്. അപ്പോഴും എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പായും എൻ്റെ മോളും ഉണ്ട്. അവൾ വെച്ചിരിക്കുകയാണ്, സ്തംഭിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ മോളെ എനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ. അപ്പം ഞാൻ ആ സമയം ഞാൻ തുണിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. കാരണം എൻ്റെ ആദ്യത്തെ മോളെനിക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇതും കൂടെ എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശക്തിയോടെ ഞാൻ പിടിച്ച്, അപ്പോഴെൻ്റെ അള്ളാഹു എനിക്കൊരു ശക്തി തന്നതുപോലെ, എന്തോ ഒരു ശക്തി എൻ്റെ ദേഹത്ത് കൂടിയതുപോലെ എൻ്റെ മോളെ ഞാൻ ശക്തിയോടെ പീഡിച്ചങ്ങ് ഞാൻ വലിച്ചപ്പോഴെങ്കിൽ എനിക്ക് എൻ്റെ മോളെ രക്ഷപ്പെടുത്താൻ പറ്റി. ചെറിയൊരു അതിൻ്റെ കറണ്ടിൻ്റെ ഇതുണ്ടല്ലോ, ആണി പോലെ ഇരിക്കൂലേ, മുനമ്പ് പോലത്തെ, ആ സൈഡ് മാത്രം ഇതുപോലെ കയ്യിലെന്തോ കൊണ്ട് ദേഹമെല്ലാം പച്ച കളറായതായി. അപ്പോഴെങ്കിൽ പിടിച്ച് വലിച്ച് അങ്ങനെ പിള്ളേരെ ഞാൻ ദേഹമൊക്കെ തൊട്ട് നോക്കിയപ്പം തണുത്ത് വിറച്ച്. അപ്പോഴൊക്കെ 3 വയസ്സാണ്. തണുത്ത് വിറച്ച് ദേഹം മൊത്തവും. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ തന്നെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. അപ്പോഴും എൻ്റെ മോളെ ഞാൻ രക്ഷപ്പെടുത്തി. അപ്പോഴെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ ഇങ്ങനെ വാടകയ്ക്കായാലും സ്വന്തം വീടായാലും ഒറ്റയ്ക്കായാലും ഏത് വീടായാലും ഇതുപോലെ ഇളകി കിടക്കുകയാണെങ്കിൽ നമ്മളെ കുഞ്ഞു മക്കളെ കറണ്ടിൻ്റെ അടുത്തൊന്നും വിടാതിരിക്കുക. നമുക്ക് ജോലി തിരക്കിലൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇതുപോലെ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് സെറ്റാക്കി വെക്കണം. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാനിത് എത്ര ഒട്ടിപ്പാക്കി വെച്ചിട്ട് ഇരിക്കുന്നില്ല സംഭവം. അങ്ങനെ ഇതിപ്പോൾ ഇനി എന്തെങ്കിലും എന്തെങ്കിലും വെച്ച് സെറ്റാക്കി വെക്കണം. എനിക്കിത് മറക്കാൻ പറ്റാത്ത, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മരിച്ചാൽ പോലും മറക്കാൻ പറ്റാത്തൊരനുഭവമാണ്. മരണം മുമ്പിൽ വന്ന് നിൽക്കും പോലത്തെ ഒരനുഭവമായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ മോളെ ഞാൻ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് ഇപ്പോഴും അവൾ ജീവനോടെ ഇരിക്കുന്നു. അങ്ങനെ കുഞ്ഞു മക്കളുള്ളവർ ഇതുപോലെ ഇങ്ങനെ കറണ്ടിൻ്റെ അടുത്തൊന്നും വിടാതിരിക്കുക. ഇതുപോലെ ഇങ്ങനെ ഇളകി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റാക്കി അങ്ങ് വെക്കുക. ഇളയാളിപ്പോൾ എൻ്റെ
ഇളയാക്കെങ്കിൽ ഇപ്പം 4 വയസ്സായി. ഈ ഡിസംബറിലാണ് 4 വയസ്സായത്. അങ്ങനെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല. ഇവിടത്തേക്ക് മക്കൾക്കെങ്കിൽ എന്നും അസുഖം തന്നെ കേട്ടോ ഗൈസ്, എന്നും അസുഖങ്ങളും കാര്യങ്ങളും തന്നെ. ഈ തണുപ്പാകുമ്പോൾ പിന്നെ കൂടുതലൊന്നും പറയണ്ട. അതുപോലെ തന്നെ എനിക്കും പിള്ളേർക്ക് വന്ന ഉടനെ എനിക്കും വരും. എപ്പോഴും ഓരോ വർഷത്തിൽ എപ്പോഴും തൈക്കാട് ആശുപത്രി അഡ്മിറ്റ് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ പനി അസുഖങ്ങളും കാര്യങ്ങളും. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇന്നലെ മെനഞ്ഞാന്നെന്തോ കറണ്ടിൽ കൊണ്ടിങ്ങനെ ഇളകി കിടക്കുകയാണ്. ഞാൻ അത് ഇത്ര വെച്ചിട്ട് ഇളകി വന്ന് അങ്ങനെ മോള് സ്വിച്ചിനെ പോയി ഇടാൻ പോയി. അപ്പോഴും ഞാൻ ഇടാൻ പോയി എന്തോ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അണയ്ക്കാൻ വേണ്ടി പോയതും അവിടെ തീ കത്തിയതുപോലെ. കാരണം ഇതെന്ത് കറണ്ടുണ്ടത്, എർത്താണ്, ഫുള്ള് എർത്താണ്. എനിക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ എനിക്കിത് ആദ്യമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കറണ്ടൊക്കെ അടിച്ചിട്ടുണ്ട്, ഉയരിലൊക്കെ തൊടുമ്പം നമ്മൾ വിചാരിക്കാതെ തൊടുമ്പോഴൊക്കെ എർത്തൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്.